ഉന്നതമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. 124-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ഇതിനു മുൻപും നമ്മൾ ആ സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്, ദൈവവചനം ധ്യാനിച്ചിട്ടുണ്ട്. അല്പകാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ ദീർഘമാക്കാതെ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആരോഹണ സങ്കീർത്തനങ്ങളിലെ ഒരു സങ്കീർത്തനമാണ് 124-ാമത്തെ സങ്കീർത്തനം. 15 സങ്കീർത്തനങ്ങൾ ആ ക്രമത്തിൽ വരുന്നു. ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിനകത്തെ ഓരോ സങ്കീർത്തനങ്ങളും വളരെ അനുഗ്രഹീതമായ ഈടുറ്റ ദൈവാലോചനകൾ നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങളായി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 124-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. ഇങ്ങനെ ഒട്ടുവളരെ സാധ്യതകൾ തകർത്ത് കളയാനുണ്ടായിരുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ, വിടുതൽ അനുഭവിച്ച ഭക്തന്മാർ കുറിച്ച അനുഗ്രഹീതമായ കീർത്തനങ്ങളാണ് ഈ ഭാഗം. ഇവിടെ 2-3 വ്യത്യസ്ത പദപ്രയോഗങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, വെള്ളം നമ്മെ എന്ത് ചെയ്യുമായിരുന്നു? ഒഴുക്കി കളയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ്. വെള്ളം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ബൈബിളിൽ വെള്ളത്തിന് പല അർത്ഥങ്ങളുണ്ട്. നാം അറിയുന്ന അല്ലെങ്കിൽ നാം കുടിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം എന്നുള്ളതിനപ്പുറം ബൈബിളിലെ എല്ലാ പദത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങളും ആശയവ്യാപ്തികളുമുണ്ട്. വെള്ളത്തിൻ്റെ ഒരു പരാമർശമാണ് ദൈവത്തിൻ്റെ വചനം. വചനത്തിൻ്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് ദൈവത്തിൻ്റെ വചനം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കിയെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വെള്ളത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ദൈവം നൽകുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ വെള്ളത്തെ പരിശുദ്ധാത്മാവിനോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്, സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളം പരിശോധനകളുടെ നിഴൽ ചിത്രങ്ങളാണ്. വെള്ളം എന്നുള്ളത് പരിശോധനകളുടെ നിഴൽ ചിത്രങ്ങളാണ്. നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രതിസന്ധികൾ, പരിശോധനകൾ, അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തെളിവാണ് യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം. അതിൻ്റെ 1-2 വാക്യങ്ങൾ എടുത്തുവെങ്കിൽ ഒന്ന് വായിച്ചു കൊള്ളുക. ഏറെ പരിചിതമായിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് 43:1. നമ്മൾ ധാരാളം തവണ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉച്ചരിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒട്ടുവളരെ വചനപരാമർശങ്ങൾ ഉള്ളതിനകത്തെ ഒരു അനുഗ്രഹീത ഭാഗമാണ് യെശയ്യാ പ്രവചനം 43-1-2 ഭാഗങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും,
നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. അവിടെ അക്ഷരീകമായിട്ടുള്ള വെള്ളം എന്നുള്ളതിനപ്പുറത്ത് നമുക്കറിയാം, അവിടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളൊക്കെ നിദർശനമായിട്ടാണ് അവിടെ വെള്ളത്തെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ വെള്ളത്തിന് പല അർത്ഥങ്ങൾ ഉള്ളതിനകത്തെ ഒരർത്ഥമാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പരിശോധനകളുടെ ഒക്കെ നിഴൽചിത്രങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ്, വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷേ ഇതൊന്നും ആത്യന്തികമായി ഭക്തന്മാരുടെ മേൽ നടന്നില്ല. കാരണം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കിടക്കുന്ന വസ്തുതയാണ്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം നടപ്പിൽ വന്നേനെ. അപ്പൊ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് കണ്ണിൽ കൊള്ളേണ്ട പലതും പുരികത്തിൽ കൊണ്ടുമാറിയത്. നമ്മുടെ കാര്യപ്പിടിപ്പ് കൊണ്ടോ, നമ്മുടെ മിടുക്കുകൊണ്ടോ, നമ്മുടെ പരിചയ സമ്പന്നത കൊണ്ടോ അല്ല, ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ അകത്ത് കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പരമാർത്ഥമായിട്ട് സ്തുതിക്കാനായിട്ട് പറ്റുന്നത്. ആര് നമ്മുടെ കൂടെ ഇരിക്കുന്നു, കൂടെ ഇരിക്കുന്നില്ല എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. യഹോവ നമ്മുടെ പക്ഷത്ത് ഉള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല, അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഇന്നലകളുടെ പ്രതിസന്ധികളിൽ അതിജീവനത്തിൻ്റെ കരുത്ത് പ്രാപിച്ച് സന്തോഷത്തോടെ ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ദൈവ തിരുപാദവിടം ചേർന്നിരിക്കുവാൻ ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട പദവികളെ ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വല്ലാതെ ഒഴുക്കുകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ അത് ഗൗരവമായിട്ട് ചിന്തിക്കുന്നതിന് അപ്പുറം പുതിയ നിയമത്തിൻ്റെ സാധ്യതകളിലേക്ക് കൂടി നമ്മൾ വിരൽ ചൂണ്ടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഗൗരവമായി നാം പഠിക്കണം. പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പരാമർശിക്കാറുണ്ട്, വാക്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രസക്തമായ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ അധികം ഈ കാലഘട്ടത്തിൽ ഗൗരവത്തോടു കൂടി നാം പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഏത്? പുതിയ നിയമത്തിലെ ഭാഗങ്ങൾ, വിശേഷിച്ച് ലേഖനങ്ങളൊക്കെ നമ്മുടെ വ്യക്തിപരമായ ക്രമീകരണങ്ങൾക്ക് ഉതകുന്നതാണ്, സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന ഭാഗങ്ങളാണ് ലേഖനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വായിക്കാനായിട്ട് സന്തോഷം തരുന്ന ഭാഗങ്ങളൊന്നും മിക്കവാറും ലേഖനങ്ങളുടെ അകത്ത് കാണത്തില്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങൾ മിക്കവാറും എന്താണ് കിടക്കുന്നത്? മുഴുവൻ സങ്കീർത്തനങ്ങളിലാണ്. ലേഖനങ്ങൾ മുഴുവൻ നമ്മളിൽ തിരുത്തലുകൾ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ സ്വഭാവങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമ്മെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. സഭകളെ തിരുത്തിയ ഭാഗങ്ങളാണ്. ഉപദേശത്തിലും ജീവിതത്തിലുമൊക്കെ വന്ന കളങ്കങ്ങൾ, പോരായ്മകൾ, അവയുടെ നേരെയുള്ള ദൈവത്തിൻ്റെ വിരൽ ചൂണ്ടലുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കനത്തെ അരുളപ്പാടുകളാണ് ലേഖനങ്ങളിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രസ്താവിച്ചു, ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു സഭയിൽ 35 കൊല്ലം എന്ത് ചെയ്തു? ഒരേ സഭയിൽ ശുശ്രൂഷിച്ചു. അപ്പോൾ പരിചിതനായ ഒരു ദൈവദാസിനി കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങൾക്ക് പുറകിൽ അവിടെ ഒരു പകലും രാത്രിയിലും കൂടെ ശുശ്രൂഷിച്ച് ലേഖനത്തിൽ നിന്നാണ് അവരോട് സംസാരിച്ചത്. അപ്പോൾ ആ ദൈവദാസൻ ആ സഭയിൽ ചോദിച്ചു, എത്ര ലേഖനം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 10, 12, 13, 14 എന്ന് പറഞ്ഞ് അവർ എണ്ണുന്നത് കണ്ടെന്ന് പറഞ്ഞു. അപ്പം സങ്കടകർ, ഒരു ദൈവദാസൻ 35 കൊല്ലം ഒരു സഭയെ ശുശ്രൂഷിച്ചിട്ട് അവിടെയുള്ള ദൈവമക്കൾക്ക് എന്തറിയത്തില്ല, 66 പുസ്തകത്തിനകത്ത് എത്ര ലേഖനം ഉണ്ടെന്ന്. എന്തൊരു സൈലൻ്റാന്ന് നോക്കി. സ്തോത്രം. നമ്മുടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മുടെ ഇവിടെ വന്ന് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളായിരിക്കാം. സ്തോത്രം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ബൈബിളിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നമ്മളിത് മീറ്റിങ്ങിന് വരുമ്പം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു, ഇവിടെ വരുമ്പോൾ താത്തി വയ്ക്കുന്നു, പിന്നെ എടുത്തുകൊണ്ട് അവിടെ പോകുന്നു, അവിടെ വയ്ക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മൾ ഈ ബൈബിളിനെ കുറിച്ച് ഏകദേശമൊക്കെ ഒരു ധാരണ, കുറഞ്ഞ പക്ഷം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചെങ്കിലും നമുക്ക് എന്ത് വേണം?
ഒരു ധാരണ വേണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. പറഞ്ഞു പോകാനായിട്ട് സമയമില്ല. പുതിയ നിയമത്തിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് കടന്നു വരാം. നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണെങ്കിൽ കൂടി അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് മാറി പറഞ്ഞ് വാക്കുകൾക്ക് അവസാനം കുറിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിലെ ചില ഭാഗങ്ങളാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബൈബിളിലെ പദങ്ങളുടെയൊക്കെ അർത്ഥം നമ്മൾ പഠിക്കണം. വളരെ അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അനവധി വിഷയങ്ങൾ അതിനകത്ത് ഉണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മളതിലെ സ്വസ്ഥത എന്ന് പറയുന്ന ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ അങ്ങനെ സാവധാനത്തിലാണ് പോകുന്നത്. എങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. 2:1 വായിച്ച് നമ്മൾ ഇതിനു മുൻപും ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാത്തത് ഒന്ന് രേഖപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ നമുക്ക് എന്താണ് ആവശ്യമാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകുന്നു. വല്ലാത്ത ഒഴുക്കുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞാനിതിനെ ഒരു 2-3 ഭാഗങ്ങളായിട്ട് ഇവിടെ വകുപ്പ് തിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പിന്നെ നോട്ട് എഴുതിയവരോട് ചോദിച്ച് ഞാൻ പിന്നെയും എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചിലരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഈ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ വിട്ടുപോകും. അന്നേരമൊക്കെ പല കാര്യങ്ങളും പറയും, കുറിച്ച് വെച്ചതും കുറിച്ച് വയ്ക്കാത്തതും ഒക്കെ പറയും. അപ്പോൾ പിന്നെ പല കാര്യങ്ങളുടെ ഇടയ്ക്ക് അതൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ചിട്ടയായിട്ടും നന്നായിട്ടും കുറിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില നോട്ടുകളൊക്കെ ഞാൻ പിന്നെ തിരിച്ചു വാങ്ങിക്കാറുമുണ്ട്. അങ്ങനെ എഴുതി അതിനെ സൂക്ഷിക്കുന്നവർക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലർ എഴുതുന്നില്ല, അവർക്ക് ഭയങ്കര മെമ്മറി പവറുണ്ട്. അത് അവരെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓർത്തും ഒരു സ്തോത്രം എന്ന് പറഞ്ഞേക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായാലും നമുക്ക് കേൾക്കുന്ന വചനം എന്താകണം? 12:30 വരെ എങ്ങനെയും തള്ളി 12:30 ആകുമ്പോൾ ആശീർവാദം പറഞ്ഞ് വീട്ടിൽ പോകാനുള്ള അജണ്ടയുമായിട്ട് ആരും ദയവായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കരുത്. എന്തേലുമൊക്കെ മനസ്സിലൊന്ന് ഉടക്കി എന്തേലുമൊക്കെ ഒന്ന് പ്രാപിച്ചു പോകണം. നമ്മുടെ കൂടിവരകൾ ചടങ്ങാകരുത്. എപ്പോഴും ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്, ചടങ്ങാകരുത്. ഒരാഴ്ച നമ്മൾ വരുന്നത് കൊണ്ട് എന്തേലും ഒരു കാര്യമെങ്കിലും നമ്മുടെ മനസ്സിലൊന്ന് ഉടക്കാൻ കഴിയണം. അങ്ങനെ ഉടക്കണമെങ്കിൽ വചന കേൾവിയിൽ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? ഇരിക്കണം. ആയിട്ട് മുഖവുരകൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകുന്നു. വല്ലാത്ത ഒഴുക്കുള്ള ഒരു ലോകത്തിലാണ്. അത് ഏതൊക്കെ മേഖലകളിലാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, ഒഴുകിപ്പോകാതിരിക്കാൻ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് നമ്മളെ ഒഴുക്കിക്കളയുന്നത്? ആരൊക്കെ ഒഴുകാൻ സാധ്യതയുണ്ട്? ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം പിന്നെ പറയുമ്പം ആവർത്തന വിരസത ഉണ്ടാകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിനകത്തൊരു സാധ്യതയുണ്ട്. യഹോവ നമ്മുടെ വശത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് സ്ഥാനചലനം സംഭവിച്ചേനെ എന്നാണ് പറയുന്നത്. 90-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ മറ്റൊരു സാധ്യത പറയുന്നുണ്ട്. പ്രായം നമ്മളെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മോചനമില്ല. സ്തോത്രം. പ്രായം ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിനുള്ള അവസരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്? അത് എത്ര പേരെ പേടിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മളാരും ഇതുവരെ ജീവിച്ച് അത്ര ഇനിയും ജീവിക്കത്തില്ല. ജീവിക്കാൻ ദൈവം കൃപ തരുന്നുണ്ടെങ്കിൽ സന്തോഷം. സ്തോത്രം. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരായുസ്. ചിലർക്ക് ദൈവം ചിലപ്പോൾ അതിനപ്പുറം പോകാനായിട്ട് അനുമതി തരുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ പ്രായം നമ്മെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ
ജീവിതത്തിൽ നിന്നിങ്ങനെ ഒഴുകി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ മറ്റൊരു സാധ്യതയുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദി ഒഴുക്കുന്ന ഒരു കാര്യം. വിഷയങ്ങൾ മറ്റൊന്നാണ്, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അപ്പോൾ അപവാദങ്ങൾ, അപഖ്യാതികളൊക്കെ ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യാം? ഒഴുക്കിക്കളയാം. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഒരു ഉത്തരവാദിത്തം ഇവിടെ പറയുന്നുണ്ട്. ഒഴുകാതിരിക്കാൻ എന്തു ചെയ്യണം? ആത്മീകത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാനുള്ള കനത്ത ഒഴുക്കുകളുള്ള ലോകത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇവിടെ പൗലോസ് ഒരു അനുഗ്രഹീത ഉപദേശം തരികയാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. കേട്ടതൊക്കെ കരുതണം. എത്രയോ കൊല്ലമായിട്ട് എന്തോരം ഗൗരവമുള്ള ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേരത് കരുതുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടി അതിൻ്റെ ഒരു വിശദീകരണത്തിനായിട്ടൊന്ന് വായിച്ചേ. 2 പത്രോസിന്റെ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണെങ്കിലും വായിപ്പിക്കുമ്പോൾ അത് നമുക്കൊന്നുകൂടി സന്തോഷമാകുമെന്ന് കരുതി വായിപ്പിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. കരുതിക്കൊണ്ടാൽ നന്ന്. അപ്പൊ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? കരുതണം, സ്റ്റോക്ക് ചെയ്യണം. എല്ലാം അതുപോലെ ആകരുത്. ചിലതൊക്കെ നാളുകൾക്ക് വേണ്ടി കരുതണം. ചില ഉപദേശങ്ങൾ, വചനത്തിന്റെ സത്യങ്ങൾ, ഇതൊക്കെ വിട്ടുകളയരുത്. സഭായോഗത്തിന് വേണ്ടി മാത്രം കേട്ടിട്ട് ആശീർവാദം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. നമ്മുടെ നാളുകളുടെ ആത്മീയതയുടെ നിലനിൽപ്പിനായി കേട്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കരുതണം. കേൾക്കുന്നവർക്ക് ഉത്തരവാദിത്വം, ബൈബിളിൽ ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. കേൾക്കുന്നവർക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അതിനകത്ത് ഒരു ഉത്തരവാദിത്വമാണ് കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതണം. ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്നവർ പല കാര്യങ്ങളും എന്ത് ചെയ്യും? കരുതും, അല്ലേ? പുരുഷന്മാരാണൊക്കെ എന്തെല്ലാം കരുതും? നമ്മൾ പൗഡർ കരുതും, പേസ്റ്റ് കരുതും, തോർത്ത് കരുതും, ഡ്രസ്സ് കരുതും. ഇങ്ങനെ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി നാം തയ്യാറെടുക്കുമ്പോൾ അത്യാവശ്യ സംഗതികളൊക്കെ കരുതിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇതുപോലെ നമ്മൾ ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഒത്തിരി ഒഴുക്കുകളുണ്ട്. നമ്മൾ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്, വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മൾ ഹൃദയത്തിൽ കരുതണം. കേൾക്കുന്നവരുടെ 1-ാമത്തെ ഉത്തരവാദിത്വമാണ് കരുതണം. 2-ാമത്തെ ഒരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. നമുക്ക് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ, എബ്രായ ലേഖനത്തിനകത്തെ പദപ്രയോഗങ്ങളാണ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷയെ. 4-ാമത്തെ വാക്യം. എല്ലാ വാക്യവും പറഞ്ഞ് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് 4-ാമത്തെ വാക്യം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ. അപ്പൊ ഒന്ന്, കേട്ടത് ഗൗരവമായിട്ട് എന്ത് ചെയ്യണം? കേട്ടവർ കരുതണം. 2, കേട്ടവരുടെ ഉത്തരവാദിത്വം എന്താണ്? കേട്ടവർ ഉറപ്പിച്ചു കൊടുക്കണം. ഉറപ്പിച്ചു കൊടുക്കണം. എന്താ ആ വാക്യത്തിന്റെ അർത്ഥം? കേട്ടവർ ഉറപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എന്നാ? നമ്മൾ എത്ര കാലമായിട്ട് വായിക്കുക, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ എന്ന ആ പദത്തിന്റെ അർത്ഥം എന്നാ? ആരെങ്കിലും ഒന്ന് പറ, എന്തേലും ഒന്ന് പറ. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന എന്ന വാക്യത്തിന്റെ അർത്ഥം എന്നാ? കഥയറിയാതെ നമ്മൾ ആട്ടം കണ്ടിട്ട് കാര്യമില്ല. വായിക്കുന്ന കാര്യത്തിനകത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാകണം. എത്രയോ കാലം കൊണ്ട് നമ്മൾ വായിക്കുന്ന കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ. എന്താ വാക്യത്തിന്റെ അർത്ഥം? സ്തോത്രം. നിങ്ങൾ പറഞ്ഞാൽ 12 വരെ ഞാനിവിടെ നിൽക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. കേട്ടവർ ഉറപ്പിച്ചു തന്നത് എന്ന പദത്തിന്റെ അർത്ഥം ഒറ്റ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15:33. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റ് പലരോടും കൂടി കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്,
നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മാർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് നോക്കിക്കേ, ഈ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒക്കെ ഇടയിൽ ഒരു പ്രാവശ്യം പോയ ഇടത്ത് ഇവർ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പോന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പദം എപ്പോഴും ശ്രദ്ധിച്ചോണം. അവരവരെ ഉറപ്പിച്ചു പോന്നു. അപ്പൊ ഇളകിപ്പോകുന്നുണ്ട്. കേട്ടവര്, ആരാധനയിൽ സംബന്ധിച്ചവര്, പല പരിശോധനകളും പ്രതിസന്ധികളും വരുമ്പോൾ ഈ കേട്ടവരിൽ എന്തുണ്ട്? സംശയങ്ങൾ ഉളവാകും. പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കേൾപ്പിച്ച ഒരു വചനം ഒരാൾ വിശ്വസിച്ചു, ദൈവകൃപയിലോട്ട് വന്നു, പരിശോധനകൾ വന്നപ്പം അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ആരാധനയ്ക്ക് പോയിട്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടും ഒക്കെ എനിക്ക് ഇത് തന്നെയാണോ എൻ്റെ ഓഹരി എന്ന് പറയുമ്പം ആത്മീയത്തിൽ അവരെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവരെ എന്തു ചെയ്യണം? വചനം പറഞ്ഞ്, നല്ല വാക്ക് പറഞ്ഞ്, ദൈവകൃപയിൽ അവരെ ഉറപ്പിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം നമ്മുടെ മനസ്സാടി നിൽക്കുമ്പം നമ്മൾ ചിലപ്പോൾ ഉറക്കത്തില്ലേ? ആഹാ, എന്നേക്കാൾ വലിയ പരിശോധനയിൽ കൂടി പോയ ആ മനുഷ്യനെ കർത്താവ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിർത്തിയെങ്കിൽ ആ ദൈവത്തിന് എന്നെയും നിർത്താൻ പറ്റും. അപ്പം അനുഭവസ്ഥർ ഇളകുന്ന ചിലരെ ഉറപ്പിക്കണം. ഹല്ലേലൂയ. പ്രാരംഭമായിട്ട് ദൈവകൃപയിലോട്ട് വരുന്നവർക്കൊക്കെ വചനത്തിൽ അത്ര ഉറപ്പ് കാണത്തില്ല. ചെറിയ ചെറിയ ശോധനകൾ ഉണ്ടാകുമ്പോൾ, പരിശോധനകൾ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സ് കലുഷിതമാകും. അങ്ങനെ കലുഷിതമാകുമ്പം വർഷങ്ങളായിട്ട് ആത്മീക ജീവിതം ചെയ്യുന്ന നമ്മൾ വേണം അവരെ പറഞ്ഞുറപ്പിക്കാൻ. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന്, ഇതൊക്കെ ഇതിനകത്തുള്ളതാണെന്ന്, എന്നും ഇത് നിലനിൽക്കത്തില്ലെന്ന്, കർത്താവ് ഞങ്ങളെയും ഇതുപോലെയുള്ള പരിശോധനയിൽ നിന്ന് കരകയറ്റിയതാണെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കേണ്ടത് കാശ് കൊടുത്ത് വിളിക്കുന്ന പ്രവാചകന്മാരല്ല, അനുഭവസ്ഥർ. ആരംഭകാലങ്ങളിൽ വന്ന് ചേരുന്ന ആത്മീകത്തിൽ ഇളക്കം സംഭവിച്ചവരെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. നമ്മുടെ അനുഭവം കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അവനിങ്ങനെ ഇളകി നിൽക്കുമ്പോൾ നമ്മളെ എന്ന് പറയും, ഓ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ കൃപയെന്നേ പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ പറയുന്ന നമ്മുടെ അനുഭവം, നമുക്കുള്ള വചനപരിജ്ഞാനം കൊണ്ട് ഒരുത്തനെ ഇളക്കുകയല്ല വേണ്ടത്, ഉറപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് കുറേ കാര്യം ദൈവം അനുഭവമായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യം വചനത്തിൻ്റെ വെളിപ്പാടായിട്ട് തന്നിട്ടുണ്ട്. ആ വെളിപ്പാടുകളും ആ അനുഭവങ്ങളും നമ്മളിൽ തന്നെ ഒതുങ്ങരുത്. അത് ചിലരെ ഉറപ്പിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് എത്ര ഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന്. 3 യാമങ്ങൾ മറുപടി ഇല്ലാതെ പോയാലും 4-ാം യാമത്തിൽ അവൻ തിരകളെ അമർത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ വന്ന ഇടപെട്ട എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ അനുഭവം നമ്മളിൽ തന്നെ അടിയരുത്. ഇളകി നിൽക്കുന്നവനെ നമ്മൾ വേണം ഉറപ്പിക്കാൻ. കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ. അപ്പോൾ കേൾക്കാൻ മാത്രമല്ല നമുക്ക് ഉത്തരവാദിത്വം. ഒന്ന്, കേട്ടവര് കരുതണം. ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? നാം ഇത് കരുതണം. അപ്പൊ തന്നെ കേട്ട നമ്മൾ മറ്റ് പലരെയും എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ നേരത്ത് ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കണം. അവിടെ ഈ അപ്പോസ്തലന്മാർ സഞ്ചരിച്ച ഇടത്ത് പരിശോധനകളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ വിശ്വാസ സമൂഹത്തെയൊക്കെ അപ്പോസ്തലന്മാർ പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു പോന്നു. ഇളകി നിൽക്കുന്ന പലതിനെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ കർത്താവ് ഇന്നലകളിൽ ഒത്തിരി പേരെ കൂട്ടിനും കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ തന്നതുകൊണ്ടാണ് നമ്മളും ഇന്ന് കളത്തി നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ വചനപരിജ്ഞാനം കൊണ്ടൊന്നുമല്ല. നമ്മളറിയാൻ നമുക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചു, നമുക്കടുത്തറിയാവുന്ന എത്ര പേര് നമ്മുടെ തോളിൽ തട്ടി പറഞ്ഞു സാരമില്ലെന്ന്, ഈ പ്രതിസന്ധിയും കടന്നു പോകുമെന്ന്, ദൈവം നമ്മെ സഹായിക്കുമെന്ന്, നമ്മൾ പുറത്തു വരുമെന്ന് ഒക്കെ ദൈവം അനവധി പേരിൽ കൂടി നമുക്ക് തന്നെ ആലോചനകളല്ലേ ഇന്ന് നമ്മളെയും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഉറക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവരെ ഉറപ്പിക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ കേട്ടവരുടെ ഉത്തരവാദിത്വത്തിൽ ഒന്നാണ്, കേട്ടവരെന്ത് ചെയ്യണം? കേട്ടത് ശ്രദ്ധയോടെ കരുതണം. 2, മറ്റുള്ളവരെ ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്,
വേറെ ഒരു കാര്യം കൂടി പറയാം. കേട്ടവർക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. 14-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായം, അതിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8-9 വാക്യം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവർ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയ ഒരു പ്രഭാഷണത്തിനിടയ്ക്ക് നടന്ന ഒരു കാര്യമാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള ഒരാൾ ആ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ്. പ്രസംഗം കേട്ടോണ്ടിരുന്നതിനിടയ്ക്ക് പൗലോസ് ആ വ്യക്തിയെ ഉറ്റുനോക്കിയപ്പോൾ കണ്ടത് എന്താണ്? സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട്. എബ്രായ ലേഖനം 4-ലേക്ക് വന്നേ. 4-ലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്. അപ്പൊ കേട്ടവരുടെ ഉത്തരവാദിത്വം എന്താണ്? കേട്ട വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു വിശ്വാസമായിട്ട് അതെന്ത് ചെയ്യണം? പരിണമിക്കണം. പ്രൈസ് ദി ലോർഡ്. കേൾവി മാത്രം പോരാ, കേൾക്കുമ്പോൾ തന്നെ അതെന്താകണം? വിശ്വസിക്കണം. കേട്ടത് വിശ്വസിക്കണം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന ഒരാളെ പത്രോസ് എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. അത് കേൾക്കുമ്പോൾ നമ്മൾ പറയൂ, അതൊക്കെ അന്നല്ലേ, ഇത് ഇന്നൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പെട്ടെന്ന് നമ്മുടെ അകത്ത് എന്തേ വരത്തുള്ളൂ? നേരെ തിരിച്ചുള്ള ചിന്തയെ വരത്തുള്ളൂ. അതൊക്കെ ആദിമ നൂറ്റാണ്ടിലല്ലേ എന്നേ നമ്മുടെ അകത്ത് ചിന്ത വരത്തുള്ളൂ. പക്ഷെ നമ്മളൊന്ന് വിശ്വസിക്കണം. അതിനകത്തൊരർത്ഥമുണ്ട്. കേട്ടവരുടെ ഉത്തരവാദിത്വമാണ് ഈ കേട്ടതിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കുക എന്നുള്ളത്. ഇവിടെ പറയുന്നു, കേട്ട വചനം അവർക്ക് ഉപകാരമായില്ല. എന്തുകൊണ്ട്? കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കേൾക്കുമ്പോ തന്നെ നമ്മളെ അകത്തോട്ടൊരു വിശ്വാസം കൂടി ഉടലെടുത്താൽ ആ വചനം നമുക്ക് എന്താകും? ഉപകാരമാകും. ഇത് ഉപകാരമാകാത്ത ഒരാളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലെ അകമ്പടി നായകൻ. നാട്ടുകാരെല്ലാം കേട്ട ദൂത് പുള്ളി എന്ത് ചെയ്തതാണ്? കേട്ടതാ. എന്താ ദൂത്? നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സയായവും ശേക്കലിന് 2 സയാ കോതമ്പുമാവും വിൽക്കപ്പെടുമെന്ന് പറഞ്ഞ് കനത്ത ദൈവത്തിന്റെ ആലോചന, ക്ഷാമത്തിന്റെ കെടുതിക്ക് നടുവിൽ ദൈവത്തിന്റെ ദാസൻ എലീശ വിളിച്ചു പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. വിളിച്ചു പറയുന്ന വചനത്തെ വിശ്വസിച്ചില്ലെങ്കിലും വിമർശിക്കരുത്. വിശ്വസിച്ചില്ലെന്നോർത്ത് ദൈവം നമ്മെ ശിക്ഷിക്കത്തൊന്നുമില്ല. നമുക്ക് നന്മയുണ്ടാകത്തില്ലായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ വിമർശിച്ചാൽ തല്ലു മേടിക്കും. അതാണ് ബൈബിൾ പറയുന്ന കാര്യം. വചനത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വിമർശിക്കരുതെന്ന്. വിശ്വസിച്ചില്ലേലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. വിശ്വസിച്ചില്ലെങ്കിൽ നമുക്കതിന്റെ ചില ഗുണങ്ങൾ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ വിമർശിച്ചാൽ നമ്മൾ അടി വാങ്ങിക്കും. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം എന്നുള്ള അരുളപ്പാടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് വിമർശന ഭാഗമുണ്ടാകരുത്, വിരോധഭാവമുണ്ടാകരുത്. നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റിയില്ല, ചുമ്മാതെ ഇരുന്നേക്കുക. കമന്റ് പറയരുത്. വചനത്തിനെതിരെ കമന്റ് പറയരുത്. കമന്റ് പറഞ്ഞാൽ തമ്പുരാൻ പിടിക്കും കേട്ടോ. ഒത്തിരി പേര് വെറുതെ ഇരുന്ന് തല്ലു വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വചനത്തെ വിമർശിക്കാൻ നമുക്ക് അനുമതിയില്ല. വചനത്തെ വിമർശിക്കാൻ നമുക്ക് അനുവാദമില്ല. അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വായിലോട്ട് കൊണ്ട് ചവട മിണ്ടാതെ ഇരുന്നോളുക. അനാവശ്യമായിട്ടുള്ള കമന്റുകളൊന്നും വചനത്തിന് നേരെ പറയരുത്. അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്നാ, നാളെ ആ സമയം വന്നപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്തു? നടന്നു. അകമ്പടി നായകൻ പറഞ്ഞ കാര്യം പുള്ളിക്കാരൻ മറന്നുപോയി. ഈ ആളുകൾക്ക് ഇതെല്ലാം സപ്ലൈ ചെയ്യത്തക്ക നിലയിൽ സംഭവം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനും സപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു?
അതിനിടയ്ക്ക് കയറി തിന്നു. ചുരുക്കി ആ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അന്നേരം വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ജനമല്ലേ, അവരെല്ലാം കൂടെ കൂടി ഒറ്റ തിക്കും തള്ളും എല്ലാം കൂടി വന്നു. ഈ അകമ്പടി നായകൻ എന്ത് ചെയ്തു? ചവിട്ടുകൊണ്ട് മരിക്കേണ്ടി വന്നു. മനസ്സിലാവുന്നുണ്ടോ കാര്യം എന്നാ? ദൈവം ആകാശത്തിൽ കിളിവാതിൽ തുറന്നാൽ പോലും ഇത് നടക്കാൻ പോകത്തില്ലെന്ന് പുള്ളി ഒരു കമന്റ് ഈ 7:2 വാക്യത്തിൽ പറയുന്നുണ്ട്. കണ്ടോ? വല്ലോന്റെയും പോസ്റ്റിലോട്ട് പോയ ആ ബോളിന് കൊണ്ട് വെറുതെ തല വെച്ച് പിറ്റേ ദിവസം ആഹാരം കഴിക്കേണ്ടവൻ അത് കണ്ടു, പക്ഷെ അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. ദൈവവചനത്തെ ഒരിക്കലും നമ്മൾ വിമർശിക്കരുത്. പ്ലീസ്, ഞാൻ നിങ്ങളോട് പറയാം, വിമർശിക്കരുത്. വിശ്വസിച്ചില്ലേലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ വിമർശിക്കരുത്, ആലോചനകളെ വിമർശിക്കരുത്. കാരണം ഈ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് എബ്രായ ലേഖന കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ വഴിവിടുന്നുണ്ട്, ഞാൻ വാക്ക് നിർത്തുകയാണ്. എബ്രായ ലേഖനം 1:1 വായിച്ച്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ ദൈവം പറയുന്ന ആലോചനകൾക്ക് ബൈബിള് കൊടുക്കുന്ന ഒരു പദമാണ് അരുളപ്പാട്. എന്താ അരുളപ്പാട്? അരുളപ്പാടെന്ന് വെച്ചാൽ അരുളപ്പാട് എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കേൾക്കുക. എന്താ ഈ അരുളപ്പാടെന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ കേൾക്കുന്ന ഒരു കാര്യം ചിന്തിക്കണം. ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തെ അർത്ഥം അറിയത്തില്ലെങ്കിൽ ചിന്തിക്കണം. എന്താ അരുളപ്പാട്? പറഞ്ഞു, ശരിയാണേലും തെറ്റാണേലും പറഞ്ഞു. എന്തുവാ അരുളപ്പാടെന്ന പദത്തിന്റെ അർത്ഥം എന്നാ? അരുളപ്പാടെന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നാ? സ്തോത്രം. അരുളപ്പാടെന്ന് പറഞ്ഞാൽ എന്നാ വാസ? അരുളപ്പാടല്ലേ? എന്നാൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അരുളപ്പാടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിശദീകരണം പറയാം. എന്താണ് അരുളപ്പാടെന്നുള്ളത്? ദൈവഹിതം ദൈവം നമുക്ക് കൽപ്പനാരൂപത്തിലോ, മനസ്സിലാവുന്നുണ്ടോ? ദൈവഹിതം ദൈവം നമുക്ക് കൽപ്പനാരൂപത്തിലോ ശാസനാരൂപത്തിലോ വാഗ്ദത്തമായിട്ടോ മനുഷ്യനെ അറിയിക്കുന്നതിൻ്റെ പേരാണ് അരുളപ്പാട്. മറക്കരുത് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിടണേ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ധാരണയിൽ ഇരിക്കരുത്. എനിക്കൊന്നും അറിയത്തില്ല, നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. ഈ ബൈബിളൊന്നും ഒരു ആയുഷ്കാലം കൊണ്ടൊന്നും പഠിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ടൊട്ട് പറ്റത്തുമില്ല. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി, ഈ അരുളപ്പാടെന്നൊക്കെ പറയുമ്പോൾ പ്രവചനദൂതൊക്കെ പറയുമ്പോൾ കേട്ടില്ലേ, ഇത് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ അരുളപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. ദൈവഹിതം ദൈവം കൽപ്പനാരൂപത്തിലോ ശാസനാരൂപത്തിലോ വാഗ്ദത്തമായിട്ടോ മനുഷ്യനെ അറിയിക്കുന്നതിൻ്റെ പേരാണ് അരുളപ്പാട്. അപ്പോ ഏലീശ പ്രവാചകനിൽ കൂടി ദൈവം അറിയിച്ച ദൈവീക അരുളപ്പാടിനെ വിശ്വസിക്കേണ്ടവൻ എന്തു ചെയ്തു? വിമർശിച്ചു. അതുകൊണ്ടൊരു തകർച്ച സ്വയം ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പൊ കേട്ടവർക്കുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്താണ്? ഒന്ന്, ഗൗരവമായി കരുതണം. 2, കേട്ട നമ്മൾ, വിശ്വാസത്തിൽ തികവിലോട്ട് നയിക്കപ്പെടുന്ന നമ്മൾ, മറ്റുള്ളവരെ ഉറപ്പിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ വചനം, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. 1, ഇത് നമ്മുടെ ഹൃദയത്തിൽ കരുതണം. 2, മറ്റുള്ളവരെ ഉറപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഉറപ്പിക്കണം. ക്ഷീണിച്ചിരിക്കുന്നവരെ, ആത്മീകത്തിൽ ബലഹീനരായിരിക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് കർത്താവനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നുവെന്ന യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തികളൊന്നും നമ്മളിൽ ഒതുങ്ങരുത്. അത് മറ്റുള്ളവരുടെ ആത്മീക ജീവിതത്തെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രസ്താവിക്കണം. ആമേൻ. 3ാമത്തെ കാര്യമാണ് നമ്മളിവിടെ ചിന്തിച്ചത്. കേട്ട ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കേട്ടത് വിശ്വസിക്കണം. 3ാമത്തെ കാര്യം, ദൈവ വചനത്തെ അല്ലെങ്കിൽ ദൈവ ശബ്ദത്തെ നമ്മൾ ഒരിക്കലും വിലക്കരുത്. അതുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എബ്രായ ലേഖനം 12 വരാം. 12ാമത്തെ അധ്യായം 19ാമത്തെ വാക്യം. എബ്രായർ 12:19. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു.
ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ ദൈവശബ്ദം കേട്ടവർ പേടി കൊണ്ട് പറയുകയാണ്, ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്നെന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവശബ്ദത്തെ വിലക്കരുത്. വചനത്തിന്റെ മുൻപിൽ നമ്മൾ വിറയ്ക്കണം. വിറയ്ക്കുന്നവനെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ദൈവം കടാശിക്കും. വചനം കേൾക്കുന്നവര് വചനത്തെ വിലക്കരുത്, ആലോചനയെ വിലക്കരുത്. പിന്നെ കേട്ട വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ തമ്പുരാൻ നമ്മളെ കടാശിക്കും. അപ്പോ ഒഴുകിപ്പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, കേട്ടത് എന്ത് ചെയ്യണം? വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതണം. ശ്രദ്ധയോടെ കരുതുന്നവർ എന്ത് ചെയ്യത്തില്ല? ഒഴുകത്തില്ല. 2 വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത് ഒഴുകിപ്പോകാതിരിക്കാനുള്ള രണ്ടാമത്തെ ഭാഗം കൊലോസ്യ ലേഖനത്തിലേക്ക് വരാം. 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. കൊലോസ്യർ 2:7. ഞാൻ വിശദമാക്കുന്നില്ല, വാക്കുകളെ ചുരുക്കുന്നു. കൊലോസ്യർ 2:7 വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. മതി, ഒരു പദം മതി. അവനിൽ വേരൂന്നി. ലൂക്കോസിന്റെ സുവിശേഷം 6:48 പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ 2 പദപ്രയോഗങ്ങൾ പലയിടത്തും പൗലോസ് ആവർത്തിക്കുന്നുണ്ട്. ലേഖനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ അറിയാം. കെട്ടിടത്തോട് ബന്ധപ്പെട്ട അടിസ്ഥാനവും വൃക്ഷത്തോട് ബന്ധപ്പെട്ട് വേരും. ഇത് രണ്ടും നാട്ടുകാർക്ക് എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ് അതിന്റെ മുകളിലത്തെ തായ്തടിയോ ശിഖരങ്ങളോ ഇലയോ അല്ല. ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് മണ്ണിനടിയിൽ ആരും കാണാത്ത വേരാണ്. ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് ഇതിന്റെ ബീമോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള സംവിധാനങ്ങളൊന്നുമല്ല. നമുക്കാർക്കും പുറത്ത് കാണാൻ പറ്റാത്ത ഒരു അടിസ്ഥാനം ഈ കെട്ടിടത്തിന്റെ അടിയിലുണ്ട്. അപ്പോൾ ഒരു കെട്ടിടത്തെ നിലനിർത്തുന്നത് അടിസ്ഥാനവും ഒരു വൃക്ഷത്തെ നിലനിർത്തുന്നത് അതിന്റെ വേരുമാണ്. വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ സമയത്ത് നദികൾ കവിഞ്ഞൊഴുകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലതൊക്കെ പിഴുതുമാറിപ്പോകും. എന്നാൽ വർഷങ്ങൾ കൊണ്ട് ആറിന്റെ തീരത്തൊക്കെ അസാധാരണമായ നിലയിൽ ആഴത്തിലോട്ട് വേരിറക്കം നടത്തിയ ചില വൃക്ഷങ്ങളുടെയൊക്കെ തായ്തടിയുടെ കീഴിലുള്ള മണ്ണൊലിച്ചു പോയാലും ആഴത്തിലോട്ട് വേരിറക്കമുള്ളത് കൊണ്ട് ഒഴുക്കിന് ആ വൃക്ഷത്തെ ഒഴുക്കിക്കൊണ്ടുപോകാൻ കഴിയത്തില്ല. പലതും കടപുഴകി വീഴുമ്പോൾ വേരിറക്കമുള്ള ഒരു വൃക്ഷം ഒഴുക്കിനെ അതിജീവിക്കും. ഇന്ന് പകലിലും ക്രിസ്തുവിൽ ആഴമായി വേരൂന്നിയ ഒരുവനെയും ഒഴുക്കിക്കളയാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ വേരിറക്കം ക്രിസ്തുവിലാകണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2:7. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു ആ വാക്യം. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ ആ ഭാഗം വിടുന്നു. 2:7 വിശദീകരിക്കാൻ സമയം ഇല്ല. ഒരു വാക്കൂടെ വായിച്ചു നിർത്തണം. കൊലോസ്യർ 2:7 ഒന്നുകൂടി വായിച്ചു കൊള്ളുക. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. അപ്പോൾ ആരിലാണ് നമ്മൾ വേരൂന്നേണ്ടത്? ക്രിസ്തുവിൽ വേരൂന്നണം. ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു ഭക്തനെ, ഒരു ഭക്തയെ ഒഴുക്കിക്കളയാൻ ഉലകത്തിന്റെ ഒരൊഴുക്കിനും പറ്റത്തില്ല. ഒത്തിരി പേര് കടപുഴകി വീണയിടത്ത് വേരിറക്കമുള്ളവൻ അങ്ങനെ തലയെടുപ്പോടെ നിൽക്കും. ആ വൃക്ഷത്തിന്റെ മുകളിൽ കൂടി വെള്ളം വന്ന് കയറിയാലും ആ വേരുറപ്പ് കൊണ്ട്, വേരിറക്കം കൊണ്ട് അത് കരുത്തോടെ നിൽക്കുന്നത് പോലെ ക്രിസ്തുവിലാണ് നമ്മുടെ പിടുത്തമെങ്കിൽ, ക്രിസ്തുവിലാണ് നമ്മുടെ വേരിറക്കമെങ്കിൽ നമ്മെ ഒഴുക്കിക്കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാം. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഒഴുകിപ്പോകാതിരിക്കാൻ നാം ചെയ്യേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോവും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. കൂട്ടായ്മയുടെ വലങ്കരം തന്നു. ചെറിയ ചില ഒഴുക്കിൽ കൂടിയൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുമ്പം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈ കൂട്ടിപ്പിടിച്ച് പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാ പറയാം, ആലപ്പുഴ കടൽ കാണാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? ശക്തമായിട്ടുള്ള തിര വരും. തിരക്കകത്ത് ഇറങ്ങണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ തിരയിലോട്ട് ഇറങ്ങുമ്പോൾ പേടിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കൂട്ടമായിട്ട് ഈ കൈ കോർത്ത് പിടിച്ചാൽ ഒരുമാതിരിപ്പെട്ട ഒഴുക്കുകളെയൊക്കെ എന്ത് ചെയ്യാം? 2018 വന്ന പോലത്തെ കാര്യത്തെ ചിന്തിക്കണ്ട. ചെറിയ ചില ഒഴുക്കുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈ കോർത്ത് പിടിച്ചാൽ ജയിക്കാൻ പറ്റും. ഇപ്പൊ അക്ഷരിക ഒഴുക്കിനെ അവിടെ നിർത്തിച്ച് ആത്മീയ കാര്യത്തിലോട്ട് വന്നേ.
നമ്മളെ ഒഴുക്കിക്കളയാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മ. കൂട്ടായ്മയുടെ ബന്ധം നമ്മെ ദൃഢതയോടെ നിർത്തും. ആത്മീക ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ട് നിൽക്കരുത്. കൂട്ടായ്മയുടെ വലയത്തിൻ്റെ അകത്ത് നിന്നാൽ ഒരുമാതിരിപ്പെട്ട ഒഴുക്കുകളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കൂട്ടായ്മ എന്നുള്ളത് ഒരടിസ്ഥാന വേദ ഉപദേശം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചേ, അവിടെ മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്, ആത്മസ്നാനമുണ്ട്, വേർപാടുണ്ട്, അപ്പം നുറുക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൂട്ടായ്മ. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്? കൂട്ടായ്മയുടെ ബന്ധം. അതൊരു ദൃഢതരമായിട്ടുള്ള കാര്യമാണ്. മാക്സിമം നമ്മൾ കൂട്ടായ്മകളെ ഉഴപ്പരുത്, അലക്ഷ്യമായി കണക്കാക്കരുത്. കൂട്ടായ്മയ്ക്കകത്ത് നമ്മെ നിർത്താൻ കഴിയുന്ന ചില ശ്രേഷ്ഠതകളുണ്ട്. അതറിഞ്ഞവർക്ക് അതിൻ്റെ വില അറിയാം. അപ്പോ ഇവിടെ ഒഴുക്കിൽ നിന്ന് നമ്മളെ നിലനിർത്തുന്നത് ഏതാണ്? കൂട്ടായ്മയാണ്. അവർ ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ വലങ്കരം തന്നു. പല സന്ദർഭങ്ങളിൽ പലരും നമ്മളോട് കാണിച്ച ചില കൂട്ടായ്മകളല്ലേ ചില പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ പുറത്തു കൊണ്ടുവന്നത്. പ്രാർത്ഥനയുണ്ടാകാം, അതിനകത്ത് സാമ്പത്തിക സഹകരണങ്ങൾ ഉണ്ടാകാം. അതിന് കൊടുക്കുന്ന പേരാണ് കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കേവലം പ്രാർത്ഥന മാത്രമല്ല, ചിലയിടത്ത് നമുക്ക് മറ്റുള്ളവർക്ക് സഹായകമാകാൻ പറ്റും. അങ്ങനെയൊക്കെ ഒത്തിരി പേരുടെ സഹായം കൊണ്ടും ഒത്തിരി പേരുടെ സപ്പോർട്ട് കൊണ്ടും ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടും ഒത്തിരി പേരുടെ നല്ല വാക്കും കൊണ്ടുവാ ഇന്നും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറയാം. അതുകൊണ്ട് ഒഴുക്കുകളെ അതിജീവിക്കുവാൻ ഈ പറയപ്പെട്ട ലളിതമായിട്ടുള്ള 3 ചിന്തകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കരുതാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. കണ്ണുകളെ ഒരു നിമിഷം കർത്താവിൻ്റെ കരത്തിലേക്ക് അടച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനായി. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ജീവൻ വച്ചിടും രക്ഷ